പുനലൂർ നഗരസഭയുടെ നേതൃത്വത്തിൽ ചെമ്മന്തൂർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിക്കുന്ന ഓണം ഫെസ്റ്റിനെ തുടക്കം കുറിച്ച് പന്തലുകളുടെ കാൽനാട്ട് കർമ്മം നടന്നു. ചില്ലറ വെച്ചാൽ മതി. പറ്റത്തില്ല, പപ്പം വേണ്ട. അങ്ങനെ വരച്ചങ്ങ് പോയാൽ ആ ചന്ദനത്തിൽ വരച്ചങ്ങ് പോയാൽ ചോമ്പ് അമ്പലത്തിൽ ഇറങ്ങാതെ 10 രൂപയുണ്ട്. ആണേ ഇപ്പൊ ഞങ്ങളുടെ മാന്തി എടുത്തേക്ക് പോവാ. ചെറുതായിട്ട് കറങ്ങി പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ കെ പുഷ്പലത ഭദ്രദീപം തെളിയിച്ചു. തൃശൂർ ആസ്ഥാനമായുള്ള 4 സ്റ്റാർ ഗ്രൂപ്പാണ് ഈ വർഷത്തെ ഓണം ഫെസ്റ്റിന്റെ സംഘാടകർ. സെപ്റ്റംബർ 10 ആരംഭിക്കുന്ന ഓണം ഫെസ്റ്റിന്റെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിക്കും. ഒക്ടോബർ 13 വരെയാണ് ഈ വർഷത്തെ ഓണം ഫെസ്റ്റ് നീണ്ടുനിൽക്കുന്നത്. ഹംപി ക്ഷേത്രം മാതൃകയിലുള്ള 35 അടി ഉയരമുള്ള കവാടമാണ് ഫെസ്റ്റിവലിന്റെ മുഖ്യ ആകർഷണം. പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഹംപി മാതൃകയിലുള്ള ഒരു ടെമ്പിളാണ് പ്രവേശന കവാടം. അത് മികച്ച ചലച്ചിത്ര ആർട്ടിസ്റ്റുകൾ ആണ് അത് നിർമ്മിക്കുന്നത്. അതുപോലെ നമുക്ക് 100-ൽ പരം വിപണന സ്റ്റാളുകൾ, അതുപോലെ അമ്യൂസ്മെന്റ് പാർക്ക്, പുഷ്പഫല പ്രദർശനം തുടങ്ങിയ ഒട്ടേറെ സവിശേഷതകൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല പുല്ലൂരിനെ സംബന്ധിച്ച് നല്ല സംഭവങ്ങൾ അണിനിരത്തിയ പുല്ലൂർ ഫെസ്റ്റ് എല്ലാ വർഷവും ആ രീതിയിലാണ് പോകുന്നത്. നല്ല ഒരു മികവാർന്ന രീതിയിലൊരു കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയ പുല്ലൂർ ഫെസ്റ്റ് തീർച്ചയായും വിജയിക്കും. ആ ഒരു രീതിയിൽ ഈ വർഷം ഞങ്ങളെല്ലാവരും അതേ പ്ലാൻ ചെയ്ത് തന്നെയാണ് പ്രാവശ്യം പരിപാടി നടത്താൻ തീരുമാനിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവരുടെ ഒരു ഭാഗമാകുന്നത്. അപ്പോൾ എല്ലാവർക്കറിയാം, വലിയ വലിയ താരങ്ങളെയാണ് നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. ഈ പ്രാവശ്യം കലാപരിപാടിയിലായാലും നമ്മൾ ഈ വയനാടിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ എന്നാലും വളരെ മോശമല്ലാത്ത കലാസന്ധ്യകൾ ഒരുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പുല്ലൂർ ഫെസ്റ്റിൻ്റെ ഒരു നട്ടെല്ലാണ് കലാസന്ധ്യ. അത് വളരെ മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്ന നിലയിലാണ് ഞാൻ ആ ചുമതല ഏറ്റെടുക്കുന്നത്. അത് പുല്ലൂർ നിവാസികൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു കലാസന്ധ്യയും അതേ കണക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, പ്രത്യേകിച്ചും ഇതിൻ്റെ ഒരു വിജയത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തരുന്നത് മീഡിയ ആണ്. ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഈ വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഒരു വലിയ ആഘോഷമായിട്ട് ഗവൺമെന്റ് നില ഇല്ലാത്തത് കൊണ്ടും പിന്നെ കുറേ ആൾക്കാർ ഇതുകൊണ്ട് ജീവിക്കുന്നത് കൊണ്ടുമാണ് ഞങ്ങൾ മുന്നോട്ട് അറിയാം. നമ്മുടെ സ്റ്റാളുകളും കുറേ കലാകാരന്മാർക്ക് ഇതിലൂടെ ഒരു വരുമാനം കിട്ടുന്നതാണ്. അതെല്ലാം കൊണ്ട് തന്നെയാണ് ഒരു ചെറിയ ആഘോഷമായി ഇത് നടത്തുന്നത്. എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ്. ഇതിൽ നിന്നും നല്ല പുലിക്കളികൾ കൊണ്ടുവരുന്നുണ്ട്. വെറൈറ്റി പരിപാടികളെ കുറിച്ചും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം കുറച്ച് ദിവസത്തിനുള്ളിൽ പുറത്തു വരും. അറിയിക്കും, അറിയിക്കും. നമ്മൾ മീഡിയ വാട്സപ്പ് ടൈം ഉണ്ടാക്കി നിങ്ങളെ കറക്റ്റ് കൂടാതെ പല വിഷയം ചെയ്യും. നമ്മൾ അന്നുള്ള പരിപാടിയല്ല, അതായത് നാളത്തെ പരിപാടിയുടെ ലിസ്റ്റും കാര്യങ്ങളെല്ലാം നമ്മുടെ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് തൊട്ട് മുന്നത്തെ ദിവസം ഒരു ഗ്രൂപ്പ് തയ്യാറാക്കി അതിൽ അന്നന്ന് പരിപാടിയുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇട്ട് തരുന്നതായിരിക്കും. അപ്പം മെയിനായിട്ട് ഇത് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ആകർഷകമായിട്ടുള്ള കാര്യം നമ്മുടെ ആ ഒരു എൻട്രൻസ് തന്നെയാണ്. കാരണം അതിന് മാത്രം 15 ലക്ഷം രൂപ അല്ലേ, 15 ലക്ഷം രൂപയോളം ചിലവാക്കി അത് പ്രൊഫഷണൽ ആയിട്ടുള്ള നമ്മുടെ മൂവിക്കൊക്കെ തന്നെ സെറ്റ് ഇടുന്ന ആൾക്കാരെ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്.
അപ്പോൾ അതൊക്കെ എന്തായാലും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ നാടിന് ഭയങ്കര ഒരു ഫെസ്റ്റിനെ ഒത്തിരി പേരിലേക്ക് എത്തിക്കാൻ പറ്റിയൊരു സംഭവമായിരിക്കും. അപ്പോൾ ഈ വട്ടം ഒരുപാട് പുതുമകളുണ്ട്, ഉറപ്പാണ്. 100-ൽ പുറത്ത് വിപണന സ്റ്റാളുകളും വ്യത്യസ്തമായ നിരവധി റൈഡുകളും സിനിമ സീരിയൽ താരങ്ങളെ അണിനിരത്തിയുള്ള കലാപരിപാടികളും പുഷ്പഫല വൃക്ഷ പ്രദർശനങ്ങളും മേളയുടെ മുഖ്യ ആകർഷണങ്ങൾ ആയിരിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. ഫോക്സ് TV ന്യൂസ്, പുനലൂർ.